മക്ബറകളിൽ ആചാരങ്ങളുണ്ട്. മക്ബറകൾ മഹാന്മാരുടെ ഖബർസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തിനാണ് മക്ബറ എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അവർക്ക് കറാമത്തുണ്ട്. അവരെ സിയാറത്ത് ചെയ്യണം. അത് സുന്നത്താണ്. മഹാന്മാരുടെ മക്ബറകളിലേക്ക് ചെന്ന് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യണം. ഇതൊക്കെ സിയാറത്ത്, ഒക്കെ സുന്നത്ത് തന്നെയാണ്. പക്ഷെ ഇന്ന് ചില മക്ബറകളിൽ കാണുന്ന അനാചാരം, ആണും പെണ്ണും വേർതിരിവില്ലാതെ ആ മഖാമിൽ ഇൽമു പഠിച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്ന മുസ്ലിയാന്മാര് പോലും ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടാണ് പൊറുപ്പിക്കുക? നോക്കൂ നിങ്ങൾ, ഒരു അന്യ പെണ്ണ് വരുമ്പോ ആ പെണ്ണിന്റെ തലയിലേക്ക് പട്ടുവെച്ച് മന്ത്രിക്കുക. എത്ര വലിയ തെറ്റാണ്, എത്ര വലിയ തെറ്റാണ്. അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? ഒരു ഹിജാബില്ല, ഒരു മറയില്ല, ഒരു മറയില്ലാത്ത രൂപത്തിൽ അവളുടെ ശരീരഭാഗങ്ങളൊന്നും മറച്ചിട്ടില്ല, ഔറത്ത് വെളിവാക്കിയിട്ടാണ് നിൽക്കുന്നത്. മുസ്ലിമായ പെണ്ണിനെ കുറിച്ചാണ്, നോൺ മുസ്ലിംസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. കാരണം അവരുടെ ഔറത്തിനെ കുറിച്ച് ചോദ്യമില്ല. നേരെ മറിച്ചൊരു മുസ്ലിമായ പെണ്ണിനാണ് ഔറത്തിനെ കുറിച്ച് നാളെ റബ്ബ് ചോദിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ മക്കാമിന്റെ മുമ്പിൽ വന്ന് അവൾ നിൽക്കുന്നു. അവളുടെ തലയിൽ പട്ടുവെച്ച് മന്ത്രിക്കേണ്ടി, ഓതേണ്ടി വരുന്ന ഒരു അവസ്ഥ, ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആണും പെണ്ണും കൂടിക്കലരുകയാണ്. അന്യവരും അതുപോലെ വലിയവരുമായ ആണും പെണ്ണും കൂടിക്കലരുക അത് ഹറാമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ കൂടിക്കലരൽ, ഈ ഹറാമ് എവിടെ സംഭവിക്കുന്നു? ഈ മക്ബറകളിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെ എത്രയോ അനാചാരങ്ങൾ. ചില മക്ബറകളിൽ ചന്ദനക്കുടം എന്ന പേരില് എന്തെല്ലാം പേക്കൂത്തുകൾ, എന്തൊക്കെയോ പേക്കൂത്തുകൾ. ക്ലബ്ബുകൾ പോലും തോറ്റുപോകുന്ന രൂപത്തില് ഗാനമേളയും ഒപ്പനയും ഡാൻസും തിരുവാതിരയും നൃത്തങ്ങളും, അതുപോലെ ആണും പെണ്ണും കൂടിക്കലരുന്ന രീതിയിലുള്ള പല സംഗതികളും. കാരണം അവർക്ക് വേണ്ടത് വരുമാനമാണ്, പണമാണ്. ആളുകൾ കുറെ കൂടണം, പള്ളിയിലേക്ക് വരണം. സിയാറത്ത് മാത്രം പറഞ്ഞാൽ ആളുകൾ വരൂല പള്ളിയിൽ. പിന്നെ കുറെ നാടകവും ഒപ്പനയും തിരുവാതിരയും ഗാനമേളയൊക്കെ വെച്ചെങ്കിലേ ആളുകൾ മക്കാമിലേക്ക് വരുള്ളൂ, എന്നാലേ കൂടുതൽ പണം കിട്ടുകയുള്ളൂ. എങ്ങനെയും പണമുണ്ടാക്കണം, ഏത് രൂപത്തിലും പണമുണ്ടാക്കണം. അതാണ് ഇന്ന് ആളുകളുടെ മൈൻഡ് അങ്ങനെയായി മാറി. കമ്മിറ്റിക്കാർ ചിന്തിക്കുന്നത്, ഇപ്രാവശ്യം മതപ്രസംഗത്തിന് വിളിക്കേണ്ട ആള് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന, ഏറ്റവും കൂടുതൽ പിരിവെടുത്തു തരാൻ പറ്റുന്ന ആളിനെ വേണം വിളിക്കാൻ. ഏറ്റവും നല്ല രീതിയിൽ ആത്മീയതയോടുകൂടി ഇൽമു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ എന്ന് ഒരു കമ്മിറ്റിക്കാരും തിരക്കാറില്ല. ഒരു കമ്മിറ്റിക്കാരും തിരക്കാറില്ല. കമ്മിറ്റിക്കാര് തിരക്കണത് എന്താണ്? ഇപ്രാവശ്യം വഅദിന് വിളിക്കേണ്ട ഉസ്താദ് ആരായിരിക്കണം? ഏറ്റവും കൂടുതൽ പണം പിരിച്ചു തരാൻ പറ്റുന്ന, അവിടെ വഅദൊന്നും പറയണമെന്നില്ല, ഇത്ര മണിക്കൂർ വഅദ് പറയണം എന്നൊന്നുമില്ല. പിന്നെന്താണ്? അയാൾ വന്നാൽ ഞങ്ങൾക്ക് പിരിച്ചു തരണം, പിരിവെടുത്തു തരണം. ചിലരുടെ ചിന്ത എന്താണ്? വലിയ മഷ്ഹൂറായ ആളുകൾ വരുമ്പോ ഫേമസ് ആയ ആളുകളെ കൊണ്ടുവരണം. അപ്പൊ നമുക്കും ഒന്ന് സ്റ്റേജിൽ കയറിയിരുന്ന് ഞെളിയാവല്ലോ. ഒരുപാട് ആളുകൾ വരുമ്പോ ആ ആളുകളുടെ മുമ്പിൽ കയറി നമുക്കും വലിയ ബോസ് കാണിക്കാമല്ലോ. ഇതാണ് പലരുടെയും ചിന്ത. എന്നാൽ ആചാരങ്ങളും അനാചാരങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന മഹാൻ ആരാണ്, എന്താണ് കറാമത്ത്, അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ഇത്യാദി വിഷയങ്ങൾ, അതിനെക്കാട്ടിലും വേറെയും വിഷയങ്ങൾ. മഹല്ലുകളിൽ നിന്ന് കൂടുതൽ എന്താണ്, ദാമ്പത്യ ബന്ധങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. മിക്ക ദിവസങ്ങളിലും മഹല്ല് പള്ളികളുടെ ഓഫീസിന്റെ മുമ്പിൽ ആളുകൾ തടിച്ചുകൂടുകയാണ്. എന്തിനാണ്? കമ്മിറ്റിയാണ്, മീറ്റിംഗ് ആണ്, ചർച്ചകളാണ്. വൈവാഹിക ജീവിതത്തിന്റെ അതിൻ്റെതായ ചർച്ചകളാണ്. പലതും അടിയിലും പലതും ഡിവോഴ്സിലും പല രീതിയിലും ഇങ്ങനെ ചർച്ചകൾ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. ഞാൻ പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പള്ളികളുടെ ഓഫീസുകളിലേക്കൊന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കണം. ഈ ആഴ്ചയിൽ എത്ര ഡിവോഴ്സ് കേസുകൾ, അല്ലെങ്കിൽ എത്ര വിവാഹ കേസുകൾ, ചർച്ചകൾ നമ്മുടെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കണം. നമുക്കറിയാൻ കഴിയും, വലിയ വമ്പന്മാരും കൊമ്പന്മാരുമായ ആളുകളുടെ മക്കളുടെ ജീവിതം പോലും ഇന്ന് ആ രൂപത്തിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് നടത്താൻ, ഒരു കൗൺസിലിംഗ് നടത്താൻ, എന്താണ് വിവാഹം,
എങ്ങനെയായിരിക്കണം വിവാഹം? മഞ്ഞക്കല്യാണവും മൈലാഞ്ചി കല്യാണവും പോലെയുള്ള തോന്നിവാസങ്ങൾ കല്യാണത്തിന് മുമ്പ് നടത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരുടെയും ജീവിതം ഇല്ലാതാക്കുന്നതാരാണ്? ഈ തോന്നിവാസങ്ങൾക്ക് ആരാണ് ഇവിടെ സമ്മതം തന്നത്? ഏത് ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഇന്ന് മുൻപന്തിയിൽ മുസ്ലിംസ് ആണ്. എല്ലാ സ്ഥലത്തും കാണാം. കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒരു മഞ്ഞക്കല്യാണം. എന്താ മഞ്ഞക്കല്യാണം? നാട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാവരും മഞ്ഞ നിറത്തിലെ സാരി, മഞ്ഞ നിറത്തിലെ ചുരിദാറ്, മഞ്ഞ നിറത്തിലെ ഡ്രസ്സുകൾ, ഇങ്ങനെ ഒരേ ഡ്രസ് കോഡ്, എല്ലാവർക്കും മഞ്ഞ കളർ. എന്നിട്ട് മഞ്ഞയിൽ എന്താണ് ഒരു മുക്കിയൊരു മഞ്ഞക്കല്യാണം. എല്ലാവരും വരുന്നവനും പോകുന്നവനൊക്കെ മഞ്ഞൾ വാരി തേക്കുന്ന ഒരു കല്യാണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്താണ്? മൈലാഞ്ചി കല്യാണം. എല്ലാത്തിന്റെ പേര് കല്യാണം എന്നാ. അടുത്ത ദിവസം മൈലാഞ്ചി കല്യാണം. മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ വരുന്നവനും പോകുന്നവനും, ചെറുക്കന്റെ കൂട്ടുകാരനും അയലത്തുകാരനും എല്ലാവരും പെണ്ണിന്റെ കയ്യിൽ മൈലാഞ്ചി തേച്ചു കൊടുക്കുക, പെണ്ണിന്റെ വായിൽ മധുരം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു പെണ്ണ് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ അവൾ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക. വരുന്നവനൊക്കെ വായിലേക്ക് മധുരം വെച്ചു കൊടുക്കുന്നു, കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു. അതിന്റെ പേര് മൈലാഞ്ചി കല്യാണം. ആദ്യത്തെ ദിവസം മഞ്ഞക്കല്യാണം, പിന്നെ മൈലാഞ്ചി കല്യാണം. ഇതിനൊക്കെ എത്ര ലക്ഷങ്ങളാണ് പൊടിച്ചു വരുന്നത്. പിന്നെ കല്യാണത്തിനന്ന് പിന്നെ ഇതിന്റെയൊക്കെ ഒരു കൊട്ടിക്കലാശം. ഇതാണ് കല്യാണം എന്ന് കരുതിയിരിക്കുന്ന ചില പാവങ്ങൾ. ഇതല്ല കല്യാണം. ആ കല്യാണത്തിൽ ബറക്കത്തുണ്ടാവൂല. ആ കല്യാണത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കൂല. കല്യാണത്തിന്റെ സദസ്സിൽ പള്ളിയിലെ മുസ്ലിയാരെയോ അല്ലെങ്കിൽ തങ്ങന്മാരെയോ കൊണ്ടുവന്നിട്ട് ദ്വാരപ്പിക്കുകയാണ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയാ. അല്ലാഹുവേ, ഈ ദമ്പതികൾക്കിടയിൽ നീ ബറക്കത്ത് ചെയ്യണേ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ. ഇമാമു ദുആരക്കുകയാണ്. എവിടെ സ്വീകരിക്കാൻ? വലിയ വലിയ തോന്നിവാസങ്ങൾ ഇന്നലെയും മെനയാനും ചെയ്തിട്ടാണ് ഈ ചെറുക്കനും പെണ്ണും ഇവിടെ വന്നിരിക്കുന്നത്. ഇനി മുസ്ലിയാരെ, നിങ്ങൾ ഈ ദുആ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത പടക്കം പൊട്ടിക്കാൻ. ഇത് വെച്ചിട്ട് ഷൂട്ടിംഗ് നടത്താൻ എന്തൊക്കെയോ ഷൂട്ടിങ്ങുകളാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ തൊട്ട് തുടങ്ങുന്ന ഷൂട്ടിങ്ങുകളാണ്. അതിന് പ്രത്യേക ഒരു പേരുണ്ട്, സേവ് ഡേറ്റോ എന്താണ്ടൊരു പേരുണ്ട്. അങ്ങനെ ചുംബനം കൊടുക്കുന്നതും പരസ്യമായിട്ട് വീഡിയോ പിടിച്ച് അതിട്ടുകൊണ്ട് രസിക്കുന്നതായ കൗമായി നമ്മുടെ കൗമ മാറി. ഈ തോന്നിവാസങ്ങൾക്കെതിരെ, ഈ ഹറാമുകൾക്കെതിരെ രംഗത്ത് വരാൻ ഏത് മഹല്ല് കമ്മിറ്റിക്കാരാണ് തയ്യാറാകുന്നത്? ഏത് മഹല്ല് കമ്മിറ്റിയാണ് തയ്യാറാകുന്നത്? അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ, ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ആളുകളെ ബോധവൽക്കരിക്കാൻ, അതിന് പറ്റുന്ന ക്ലാസുകളും പ്രഭാഷണങ്ങളും നടത്താൻ ഇന്ന് ആരെയും തിരക്കാറില്ല. എല്ലാവർക്കും വേണം കുറെ പണം പിരിച്ചു തരുന്ന, പൈസ പിരിച്ചു തരുന്ന കുറെ പ്രഭാഷകരെ വിളിക്കണം. അതാണ് ഇന്ന് കമ്മിറ്റിക്കാർ. നല്ല ആത്മീയതയുള്ളൊരു പണ്ഡിതൻ പ്രസംഗിക്കാൻ വന്നാലും ആ പണ്ഡിതനോടും ഈ കമ്മിറ്റിക്കാർ പറയുന്നത് എന്താണ്? ഇവിടെ പ്രസംഗമല്ല പ്രധാനം, പിന്നെന്താണ്? ഞങ്ങൾക്ക് പിരിവാണ് പ്രധാനം. എവിടെ പോയി നമ്മുടെ കൗമ? എവിടെ പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ? അപ്പൊ അതുകൊണ്ട് മഹല്ല് കൈകാര്യം ചെയ്യുന്നവർ, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കൽ മാത്രമല്ല, പള്ളിയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമല്ല, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മഹല്ലിൽ നടക്കുന്ന അനാചാരങ്ങൾ, മഹല്ലിൽ നടക്കുന്നതായ ദുർനടപ്പുകൾ, ഇതിനൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. മഹല്ലിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് നാളെ റബ്ബ് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നിങ്ങൾ എത്ര ഹജ്ജ്